എല്ലാവർക്കും നമസ്കാരം. രാമായണ കഥ 2-ാം ദിവസം. രാമാവതാരം. അമിത ഗുണവാനായ ദശരഥ രാജാവ് അയോധ്യ വാഴുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായി കൗസല്യയും കൈകേയിയും സുമിത്രയും. രാജാവ് അത്യന്തം ദുഃഖിതനാണ്. പുത്രന്മാരില്ല. നല്ല പുത്രന്മാരുണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രന്മാരില്ലാത്ത എനിക്ക് രാജ്യവും സമ്പത്തും സൈന്യവും ഒന്നും സന്തോഷം നൽകുന്നില്ലല്ലോ. കുലഗുരുവായ വസിഷ്ഠ മഹർഷി ദശരഥൻ്റെ വേവലാതിയെ ചിരിച്ചു തള്ളി. പുത്രന്മാരില്ലെന്ന ദുഃഖം വേണ്ട മഹാരാജാവേ. നിശ്ചയമായും അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാകും. അതിനായി അങ്ങ് ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി നിർവഹിക്കുക. ഒട്ടും താമസിക്കേണ്ടതില്ല. മഹാരാജാവ് ഋഷ്യശൃംഖനെ ആദരപൂർവ്വം ക്ഷണിച്ചു വരുത്തി യാഗത്തിനു വേണ്ടി അതിഗംഭീരമായ ഏർപ്പാടുകൾ ചെയ്തു. അത്യന്തം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി യാഗം പൂർത്തിയാക്കി. ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിലെ സ്വർണ്ണപാത്രത്തിൽ ദിവ്യമായ പായസം. വസിഷ്ഠൻ്റെ നിർദ്ദേശമനുസരിച്ച് ദശരഥൻ പായസം ഭക്തിപൂർവ്വം ഏറ്റുവാങ്ങി. ആ പായസത്തിൽ നിന്നും പകുതി മഹാരാജാവ് കൗസല്യയ്ക്ക് നൽകി, മറ്റേ പകുതി കൈകേയിക്കും കൊടുത്തു. കൗസല്യാദേവി തൻ്റെ പ്രസാദത്തിൽ നിന്നും പകുതി സുമിത്രയ്ക്ക് നൽകി. അത് കണ്ട കൈകേയിയും തൻ്റേതിൽ നിന്നും പാതി സുമിത്രയ്ക്ക് നൽകി. മന്നവൻ അത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം. രാജപത്നിമാർ ഗർഭവതികളായി. രാജാവും പ്രജകളും ഒരുപോലെ സന്തോഷഭരിതരായി. ഗർഭകാലത്ത് നടത്തേണ്ടതായ എല്ലാ ചടങ്ങുകളും മഹാരാജാവ് വിധിയാമണ്ണം നടത്തി. സീമന്തം, പുംസവനം എന്നിങ്ങനെ എണ്ണമറ്റ ദാനധർമ്മങ്ങളും ദശരഥൻ ശ്രദ്ധയോടെ ചെയ്തു. കൗസല്യയ്ക്കാണ് ആദ്യം ഉണ്ണി പിറന്നത്. പുണർദം നക്ഷത്രം, നവമി തിഥി. അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. പൂയം നക്ഷത്രത്തിൽ കൈകേയിക്ക് പുത്രനുണ്ടായി. അതിനടുത്ത ദിവസം സുമിത്ര പ്രസവിച്ചു 2 പുത്രന്മാരെ. ജഗദീശ്വരനും ജന്മരഹിതനുമായ വിഷ്ണുവാണ് കൗസല്യയുടെ മകനായി ജനിച്ചിരിക്കുന്നത്. തൻ്റേതായ സകല ചിഹ്നങ്ങളോടും കൂടി അവിടുന്ന് കൗസല്യയുടെ മുമ്പിൽ വിളങ്ങി നിന്നു. തൻ്റെ ഉണ്ണിയായി പിറന്നിരിക്കുന്നത് ശ്രീനാരായണൻ തന്നെയാണെന്നറിഞ്ഞപ്പോൾ ദേവി മറ്റെല്ലാം മറന്ന് വന്ദിച്ചു തെരുതെരു സ്തുതിച്ചു തുടങ്ങിനാൻ. അങ്ങയുടെ ഉദരത്തിലാണ് അന്തമില്ലാതെയുള്ള ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നത്. അങ്ങനെയുള്ള അവിടുന്ന് എൻ്റെ ഉദരത്തിൽ വന്ന് വസിച്ചുവല്ലോ. അവിടുത്തെ അപാരമായ ഭക്തവാത്സല്യം എന്നല്ലാതെ ഞാൻ വേറെ എന്താണ് പറയുക? മറ്റുള്ളവർ കാണും മുമ്പേ ഈ ദിവ്യരൂപം മറച്ചാലും എനിക്ക് സ്നേഹലാളനങ്ങൾ ചൊരിയാൻ തക്കവണ്ണമുള്ള ബാലഭാവത്തെ കൈകൊണ്ടാലും ഒന്നേ എനിക്ക് വേണ്ടതുള്ളൂ, അവിടുന്ന് സദാ എൻ്റെ ഉൾക്കാമ്പിൽ തെളിഞ്ഞു നിൽക്കണം. രാവണനെ വധിച്ച് ലോകങ്ങൾക്ക് സന്തോഷം വരളുവാനാണ് താൻ പിറന്നിരിക്കുന്നതെന്ന് മഹാവിഷ്ണു കൗസല്യയ്ക്ക് പറഞ്ഞു കൊടുത്തു. തുടർന്ന് തൻ്റെ ദിവ്യരൂപം മറച്ചു. കൗസല്യ ആഗ്രഹിച്ച ബാലഭാവം കൈക്കൊണ്ടു. ഇന്ദ്രനീലത്തിൻ്റെ നിറവും താമര ഈതൽ കൊത്ത മിഴികളുമുള്ള അതിസുന്ദരനായ ശിശു കൈകാൽ കുടഞ്ഞ് കരയുവാൻ തുടങ്ങി. മഹാരാജാവിൻ്റെ പുത്രനുണ്ടായി എന്ന ശുഭവാർത്ത കൊട്ടാരവും കടന്ന് നാട്ടിലെങ്ങും നിമിഷം കൊണ്ട് പരന്നു. ഗുരുവിൻ്റെ നിയോഗമനുസരിച്ച് ദശരഥൻ ആ അവസരത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും യഥാവിധി ചെയ്തു. സ്വർണവും രത്നവും വസ്ത്രങ്ങളും പശുക്കളും ഗ്രാമങ്ങളും എണ്ണമില്ലാത്തോളമാണ് ഭൂപതി ദാനം ചെയ്തത്. നാമകരണം. വസിഷ്ഠ മഹർഷിയാണ് രാജപുത്രന്മാർക്ക് നാമകരണം നടത്തിയത്. ശ്യാമള നിറം പോണ്ട കോമളകുമാരന് പേര് രാമൻ. സർവഭൂതങ്ങളിലും ആത്മാവായി വിളങ്ങി നിൽക്കുന്നത് അവനാണ്. കൈകേയിയുടെ മകന് ഭരതൻ എന്ന് പേരിട്ടു. അവൻ ഭരണനിപുണനാണ്. സുമിത്രയുടെ മകൻ ലക്ഷ്മണാന്വിതനായ ലക്ഷ്മണൻ. അവൻ്റെ അനുജൻ ശത്രുഘ്നൻ, ശത്രുബന്ധത്തെ ഹനിക്കാൻ പോന്നവൻ. പുത്രന്മാർ 4 പേരും ബാലലീലകളാടി നാൾക്കുനാൾ വളർന്നു. എപ്പോഴും രാമലക്ഷ്മണന്മാർ ഒന്നിച്ചായിരുന്നു. അതുപോലെ തന്നെ ഭരതശത്രുഘ്നന്മാരും. പായസം പങ്കുവച്ചതിൻ്റെ സ്വാധീനമായിരിക്കാം അതിന് കാരണം. സഹോദരന്മാർക്കൊപ്പം ഭൂമിദേവിക്ക് അലങ്കാരമായി രാമൻ അയോധ്യയിൽ വിഹരിച്ചു. രാമപാദ സ്പർശമേറ്റ ഭൂമിയും സർവ്വ ഐശ്വര്യവതിയായി ശോഭിച്ചു. രാജകുമാരന്മാർക്ക് കൗമാരപ്രായമായി. ബ്രഹ്മപുത്രനായ വസിഷ്ഠമുനി കുമാരന്മാരുടെ ഉപനയനം നടത്തി. അത്ഭുതകരമായ സാമർഥ്യത്തോടെ 4 പേരും ശ്രുതികളും സ്മൃതികളും അംഗങ്ങളും ഉപാംഗങ്ങളും എല്ലാം ഹൃദിസ്ഥമാക്കി. സകല ചരാചര ഗുരുവായി മരുവന്ന ഭഗവാന്റെ ഗുരുവാകാനുള്ള ഭാഗ്യം കിട്ടിയ വസിഷ്ഠൻ. ആ ഭാഗ്യത്തിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കാൻ? ധനുർവേദത്തിലും രാജപുത്രന്മാർ അതീവ നിപുണരായിരുന്നു. രാമൻ്റെ സേവകനായി എപ്പോഴും നിഴൽ പോലെ ലക്ഷ്മണൻ ഉണ്ടാവും. സ്വാമിയും ഭൃത്യനും എന്ന ഭാവത്തിൽ ഇണപിരിയാതെ എപ്പോഴും ഭരതനും ശത്രുഘ്നനും. വനത്തിൽ നായാട്ടിന് പോവുക 4 പേരുടെയും ഇഷ്ടവിനോദമായിരുന്നു.
രാമൻ്റെ ഒരു ദിവസം ഉഷസ്സിലുണരുന്നു, ഭക്തിപൂർവ്വം സന്ധ്യാവന്ദനാദികൾ ചെയ്യുന്നു, അച്ഛനമ്മമാരുടെ കാൽ തൊട്ട് വന്ദിക്കുന്നു, ലക്ഷ്മണനോടുകൂടി രാജസഭയിലിരുന്ന് പൗരകാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നീതിപൂർവ്വം ധർമ്മപാലനം ചെയ്യുന്നു, പുരാണേതിഹാസങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നു, അതിനിടയിലും ബ്രഹ്മവിചാരത്തിൽ മുഴുകി ഏകാഗ്രചിത്തനായിരിക്കുന്നു. വിശ്വാമിത്രനോടൊപ്പം. ഓർക്കാപ്പുറത്താണ് വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തിയത്. ദശരഥൻ സംഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു. വസിഷ്ഠനോടൊപ്പം നിന്ന് മഹർഷി വീരനെ എതിരേറ്റു. നിന്തിരുവടി എഴുന്നള്ളിയത് മൂലം ഞാൻ ധന്യനായി, എൻ്റെ ദേശവും മംഗളമായി. ദശരഥൻ ഏറ്റവും വിനീതനായി പറഞ്ഞു, അവിടത്തേക്ക് എന്താണ് വേണ്ടതെന്ന് അറിയിച്ചാലും എന്നാൽ ആവുന്നതെന്തും ഞാൻ മടികൂടാതെ ചെയ്തു തരാം. വിശ്വാമിത്രൻ തൻ്റെ ആവശ്യം മഹാരാജാവിനെ അറിയിച്ചു. അമാവാസി തോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ഹോമം ചെയ്യുക എൻ്റെ ഒരു പതിവാണ്. ഇപ്പോൾ അത് മുടക്കാനായി സുബാഹു, മാരീചൻ തുടങ്ങിയ രാക്ഷസന്മാർ അവരുടെ കിങ്കരന്മാരുമായി വന്ന് എന്നെ ശല്യം ചെയ്യുന്നു. അവരെ നിഗ്രഹിച്ച് ഹോമാദികൾ തടസ്സം കൂടാതെ നടത്താൻ അങ്ങ് എന്നെ സഹായിക്കണം. രാമലക്ഷ്മണന്മാരെ എൻ്റെ കൂടെ കാട്ടിലേക്ക് അയക്കണം. അങ്ങ് ഒന്നും ഭയപ്പെടേണ്ട, അതുകൊണ്ട് നല്ലതേ വരൂ. മഹാരാജാവ് സമ്മതം മൂളാൻ വിശ്വാമിത്രൻ കാത്തുനിന്നു. എന്നാൽ രാജാവ് സ്തബ്ധനായി നിന്നതേയുള്ളൂ. എത്ര കാലം കൊതിച്ചുണ്ടായ മകനാണ്. പ്രാണനിൽ പ്രാണനായ രാമനെ പിരിഞ്ഞാൽ ആ ക്ഷണം ഞാൻ മരിക്കും. രാമനെ കൂടെ അയച്ചില്ലെങ്കിൽ വിശ്വാമിത്രൻ കോപിച്ച് കുലത്തെയൊട്ടാകെ ശപിക്കും. ആ ധർമ്മസങ്കടത്തിൽ നിന്നും ദശരഥനെ മോചിപ്പിച്ചത് വസിഷ്ഠനായിരുന്നു. സന്താപമുണ്ടാകേണ്ട സന്തതം ധരാപതേ, മാനുഷനല്ല രാമൻ മാനവശിഖാമണി. ദശരഥനും കൗസല്യയും കൗശ്യപനും അതിഥിയുമായിരുന്ന കാലം വസിഷ്ഠൻ ഓർമ്മപ്പെടുത്തി. ശ്രീനാരായണൻ മകനായി പിറക്കണമെന്ന് അന്നവർ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി ഭഗവാൻ അവരുടെ പുത്രനായ രാമനായി പിറന്നു. അതുകൊണ്ട് ഭയവും സങ്കോചവും ഒന്നും വേണ്ട. രാമലക്ഷ്മണന്മാരെ സസന്തോഷം മഹർഷിയോടൊപ്പം അയച്ചുകൊള്ളുക. കുമാരന്മാർ രണ്ടുപേരും വിശ്വാമിത്രനെ വന്ദിച്ചു. അമ്പും വില്ലും വാളും കയ്യിലേന്തി യാഗരക്ഷയ്ക്കായി യാത്രയായി. ദശരഥനും കൗസല്യയും സുമിത്രയും മക്കൾക്ക് യാത്രാമംഗളങ്ങൾ അരുളിക്കൊണ്ട് കൊട്ടാരവാതിൽക്കൽ നിന്നു. വിശ്വാമിത്രനെ പിന്തുടർന്ന് പല പല ദേശങ്ങൾ കടന്ന് രാജകുമാരന്മാർ സാവധാനം നടന്നു. അവർക്ക് വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി മുനി ബല, അതിബല എന്നീ 2 വിദ്യകൾ ഉപദേശിച്ചു. ദേവനിർമ്മിതം ഈ വിദ്യകൾ എന്ന് മഹർഷി കുട്ടികളെ പ്രത്യേകിച്ച് മനസ്സിലാക്കി. അങ്ങനെ അവർ 3 പേരും ഗംഗാനദി നടന്നു. ഗംഗ കടന്ന് ഇനി അടുത്തത് താടകാവധവും യാഗരക്ഷയും ഒക്കെ ചെയ്യുന്ന രാമകഥ തുടർന്ന് കേൾക്കാം.